മുംബൈ തിരുവനന്തപുരം വിമാനത്തിന് ബോംബ് ഭീഷണി, അടിയന്തര ലാൻഡിംഗ് ഉടൻ എന്ന് റോഷിപാൽ തിരുവനന്തപുരത്ത് നിന്നും റിപ്പോർട്ട് ചെയ്യുന്നു. നമുക്ക് ആ വാർത്തയിലേക്ക് കൂടി വളരെ വേഗം പോയി വരാം. മുംബൈ തിരുവനന്തപുരം വിമാനത്തിന് ഒരു ബോംബ് ഭീഷണി വന്നിരിക്കുന്നു. അടിയന്തര ലാൻഡിംഗ് അല്പസമയത്തിനുള്ളിൽ ഉണ്ടാവുമെന്നറിയുന്നു. കൂടുതൽ വിവരങ്ങൾ നമുക്ക് റോഷിപാലിൽ നിന്ന് ചോദിച്ചിട്ട് അല്പസമയം മുമ്പാണ് മുംബൈ തിരുവനന്തപുരം വിമാനത്തിന് ബോംബ് ഭീഷണി ഉണ്ടായതും തിരുവനന്തപുരം വിമാനത്താവളത്തിലാണ് ഇപ്പോൾ അടിയന്തര ലാൻഡിംഗ് ഇപ്പോൾ ശ്രമിക്കുന്നത്. അത് വ്യാജ ഫോൺ വിളിയാണോ എന്ന് നമുക്കറിയില്ല. എന്തായാലും റോഷിപാൽ കൂടുതൽ വിവരങ്ങൾ നൽകും. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുകയാണ്. മുംബൈ തിരുവനന്തപുരം വിമാനത്തിനാണ് ഇപ്പോൾ ഒരു ബോംബ് ഭീഷണി ഉണ്ടായിരിക്കുന്നത്. അടിയന്തര ലാൻഡിംഗ് അല്പസമയത്തിനുള്ളിൽ ഉണ്ടാവും. തിരുവനന്തപുരം എയർപോർട്ടിൽ അതിനുള്ള ക്രമീകരണങ്ങൾ നടത്തുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. റോഷിപാൽ നമുക്കൊപ്പം ചേരും തിരുവനന്തപുരത്ത് നിന്നും കൂടുതൽ വിവരങ്ങളുമായി. ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പുതിയൊരു വാർത്തയാണ് പ്രേക്ഷകരിലേക്ക് നമ്മൾ ഇപ്പോൾ എത്തിക്കുന്നത്. ബോംബെയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്ന വിമാനത്തിനാണ് ബോംബ് ഭീഷണി. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാക്കേണ്ടതുണ്ട്. റോഷിപാൽ ചേരും നമുക്കൊപ്പം. അല്പസമയം മുമ്പാണ് ഇങ്ങനൊരു റോഷിപാൽ, വെരി ഗുഡ് മോർണിംഗ്. എന്താണ് സംഭവം? എപ്പോഴാണ് ബോംബ് ഭീഷണി വന്നത്? എയർപോർട്ടിലേക്കാണോ ഭീഷണി വന്നത് തിരുവനന്തപുരത്തേക്ക്? എന്താണ് തിരുവനന്തപുരത്ത് ഇപ്പോൾ നടത്തുന്ന ക്രമീകരണങ്ങൾ? റോഷിപാൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബോംബെ തിരുവനന്തപുരം വിമാനത്തിനാണ് ഇപ്പോൾ ഒരു ബോംബ് ഭീഷണി വന്നിരിക്കുന്നത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിങ്ങിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. ബോംബ് ഭീഷണി വ്യാജമാണോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ ഇത്തരം കോളുകൾ വരുന്ന സമയത്ത് എമർജൻസി ലാൻഡിംഗ് നടത്തും, അത്രമാത്രമേ ഉള്ളൂ. എമർജൻസി ലാൻഡിംഗ് ആണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് ഇപ്പോൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബോംബെയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വരുന്ന വിമാനത്തിൽ ബോംബുണ്ട് എന്നൊരു സന്ദേശമാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കിട്ടിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ATS അടക്കം ഇപ്പോൾ അടിയന്തര ലാൻഡിങ്ങിന് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ വിമാനം തിരുവനന്തപുരത്ത് എമർജൻസി ലാൻഡ് ചെയ്യും എന്നാണ് നമ്മളുടെ പ്രതിനിധി റോഷിപാൽ ഇപ്പോൾ നമ്മളോട് പറയുന്നത്. റോഷിപാലുമായിട്ടുള്ള കണക്ഷൻ നമുക്ക് നഷ്ടപ്പെട്ടു. റോഷിപാലുമായി നമുക്ക് സംസാരിക്കാം. റോഷി, കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ റോഷി, എന്താണ് സംഭവം? റോഷി, റോഷി കേൾക്കാമോ? വീണ്ടും ഫോൺ ഡ്രോപ്പായിരിക്കുന്നു. ഒരു ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട്. കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. അല്പസമയം മുമ്പാണ് ബോംബെയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്ന വിമാനത്തിന് ഒരു ഒരു ബോംബ് ഭീഷണി ഉണ്ടായിരിക്കുന്നത്. ബോംബ് ഭീഷണിയെ തുടർന്ന് സാധാരണയുള്ളൊരു പ്രോട്ടോകോൾ വളരെ പെട്ടെന്ന് ആ വിമാനത്തെ എമർജൻസി ലാൻഡ് ചെയ്യിക്കുക എന്നുള്ളതാണ്. അതുതന്നെയാണ് തിരുവനന്തപുരം എയർപോർട്ടിലും ഇപ്പോൾ നടത്താൻ പോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അടിയന്തര ലാൻഡിംഗ് അല്പസമയത്തിനുള്ളിൽ ഇപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നടത്തും. നമുക്ക് റോഷിപാലുമായി കണക്ട് ചെയ്യേണ്ടതുണ്ട്. റോഷിപാലുമായിട്ടുള്ള ടെലിഫോൺ കണക്ഷൻ വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. മുംബൈ തിരുവനന്തപുരം വിമാനത്തിനാണ് ഇപ്പോൾ ബോംബ് ഭീഷണി ഉണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരം വിമാനത്തിൽ അടിയന്തരമായി വിമാനം ഇറക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. റോഷിപാൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷിപാൽ, കേൾക്കാമെങ്കിൽ എപ്പോഴാണ് ബോംബ് ഭീഷണി വന്നത്? വളരെ ഗൗരവമായിട്ട് എടുക്കുകയാണോ? അടിയന്തര ലാൻഡിംഗ് തിരുവനന്തപുരം വിമാനത്താവളത്തിലായിരിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. മറ്റു വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നതേയുള്ളൂ. ബോംബെ തിരുവനന്തപുരം വിമാനത്തിലാണ്. റോഷി, എന്താണ് സംഭവം? അടിയന്തര ലാൻഡിംഗ് എപ്പോഴേക്കായിരിക്കും? ഏത് വിമാനത്തിനാണ് ബോംബ് ഭീഷണി? അരുൺകുമാർ, മുംബൈയിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള എയർ ഇന്ത്യയുടെ വിമാനത്തിനാണ് ബോംബ് ഭീഷണി ഉണ്ടായിരിക്കുന്നത്. ബോംബ് ഭീഷണി ലഭിച്ച ഉടൻ തന്നെ വിമാനത്തിന് അടിയന്തര ലാൻഡിങ്ങിന് നിർദ്ദേശം നൽകുകയായിരുന്നു. അല്പസമയത്തിന് തന്നെ തിരുവനന്തപുരം വിമാനത്താവളത്തിലാണ് അടിയന്തര ലാൻഡിംഗ് നടത്തുക. അല്പസമയത്തിന് തന്നെ ലാൻഡിംഗ് നടക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അടിയന്തര ലാൻഡിങ്ങുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട എമർജൻസി ലാൻഡിങ്ങുമായി ബന്ധപ്പെട്ട് ഫയർഫോഴ്സും ഒപ്പം ആംബുലൻസ് അടക്കം സജ്ജമാക്കിയിട്ടുണ്ട്. ബോംബ് ഭീഷണി ടെലിഫോൺ വഴി എത്തിയെന്ന വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകണം. ഈ ഒരു മുന്നറിയിപ്പ്, ഈ ഭീഷണി വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ അലേർട്ട് നൽകുകയായിരുന്നു വിമാനത്താവളം. ഏത് വിമാനത്താവളത്തിലാണ് ഈ ഭീഷണി വന്നിരിക്കുന്നത് എന്ന കാര്യവും നമുക്ക് വ്യക്തമല്ല. അതുമായി ബന്ധപ്പെട്ട വിശദമായ വിവരങ്ങൾ അടക്കം ലഭ്യമാകേണ്ടതുണ്ട്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഈ മുംബൈ തിരുവനന്തപുരം വിമാനം അടിയന്തര ലാൻഡിംഗ് നടത്തും. നിലവിൽ ഈ ബോംബ് ഭീഷണി മാത്രമാണ്. വിമാനം ലാൻഡ് ചെയ്ത ഉടൻ തന്നെ ബോംബ് സ്ക്വാഡ് ഉൾപ്പെടെ വിമാനത്തിൽ പരിശോധന നടത്തും. എല്ലാം സജ്ജമാക്കിയിട്ടുണ്ട്. ഫയർഫോഴ്സും ഒപ്പം ആംബുലൻസ് ഉൾപ്പെടെ സജ്ജമാക്കി അലർട്ട് നൽകിയിരിക്കുകയാണ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ബോംബ് സ്ക്വാഡ് ഉൾപ്പെടെ സജ്ജമാണ്. CISFന്റെ ബോംബ് സ്ക്വാഡും ഒപ്പം പോലീസിന്റെ ബോംബ് സ്ക്വാഡും അങ്ങോട്ടേക്ക് തിരിക്കും എന്ന വിവരങ്ങളാണ്. ഈ ബോംബ് ഭീഷണി വന്നത്
എവിടെ നിന്നാണ്, അത് ഏത് രീതിയിലാണ്, ഫോൺ സന്ദേശമായിട്ടാണോ എത്തിയിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഫോൺ ID കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞോ? കാരണം ഇത്തരം സാഹചര്യങ്ങളിലൊന്നും വളരെ പെട്ടെന്നൊരു എമർജൻസി ലാൻഡിംഗ് നടത്തുകയാണ് പതിവ്. അതൊരു റുട്ടീൻ പ്രോസസ്സ് കൂടിയാണ്. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ അതാണ് പ്രോട്ടോകോൾ പാലിക്കുന്നത്. അപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസ് എപ്പോഴാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തുക? നമുക്ക് ലഭിച്ച വിവരം അനുസരിച്ച് ഏതാണ്ട് 10 മിനിറ്റിനകം തന്നെ എമർജൻസി ലാൻഡിംഗ് ഉണ്ടാകുമെന്നാണ്. അങ്ങനെയുള്ള എമർജൻസി ലാൻഡിങ്ങിനുള്ള ഒരു അത്തരം പദ്ധതിയാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഒന്ന്, ഈ ടെലിഫോണിലൂടെയാണോ ഈ സന്ദേശം, ഈ ഭീഷണി വന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ വ്യക്തത വേണം. അത് മാത്രമല്ല, നേരത്തെ അരുൺകുമാർ പറഞ്ഞതുപോലെ ഏതൊരു തരത്തിലുള്ള ഭീഷണി വന്നാലും അപ്പോൾ തന്നെ എമർജൻസി ലാൻഡിംഗ് അത് പ്രോട്ടോക്കോളാണ്. സ്വാഭാവികമായി അതായിരിക്കാം. എങ്കിൽ പോലും സജ്ജമാണ് തിരുവനന്തപുരം വിമാനത്താവളം എമർജൻസി ലാൻഡിങ്ങിന് വേണ്ടി. മാത്രവുമല്ല, വിമാനം എത്തിക്കഴിഞ്ഞ ഉടൻ തന്നെ വിമാനത്തിനകത്ത് മുഴുവൻ ലഗേജ് ഉൾപ്പെടെ പരിശോധിക്കാനുള്ള എല്ലാ സംവിധാനവും ഒരുങ്ങിക്കഴിഞ്ഞു. ഈ നിലവിൽ വിമാനത്താവളത്തിൽ തന്നെ ഈ അവിടെ ഡോഗുണ്ട്, CISFന്റെ സംവിധാനങ്ങളുണ്ട്, സ്കാനിംഗ് സംവിധാനങ്ങളുണ്ട്, അതിനൊപ്പം തന്നെ ഡോഗുണ്ട്, എല്ലാ സംവിധാനങ്ങളുണ്ട്. അതിന് പുറമെ പുറത്തുനിന്ന് പോലീസിന്റെ ഡോഗിനെ ഉൾപ്പെടെ എത്തിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം പുറത്തുനിന്നും ഫയർഫോഴ്സ് ഉൾപ്പെടെ എത്തിച്ചിട്ടുണ്ട്. അവിടെ ഫയർ സംവിധാനമുണ്ട്, ഫയർ ആൻഡ് സേഫ്റ്റി സംവിധാനങ്ങൾ മുഴുവനുണ്ട്. അതിന് പുറമെ പുറത്തു നിന്നും ആംബുലൻസ് സംവിധാനവും ഫയർഫോഴ്സിന്റെ സംവിധാനങ്ങളും ഒരു മുന്നൊരുക്കത്തിന്റെ ഭാഗമായി, അലർട്ടിന്റെ ഭാഗമായി ഉള്ള എല്ലാ സംവിധാനങ്ങളും ഇതിനോടകം തന്നെ ഒരുക്കി കഴിഞ്ഞു. അടുത്ത 10 മിനിറ്റിനകം തന്നെ വിമാനം ലാൻഡ് ചെയ്യും. അതിന് തൊട്ടു പിന്നാലെ വിമാനം ലാൻഡ് ചെയ്യുന്നതിന് മറ്റു തടസ്സമില്ല. സാധാരണ എമർജൻസി ലാൻഡിങ്ങിൽ യന്ത്ര തകരാറാണെങ്കിൽ മാത്രമാണ് അതിൽ ആശങ്കപ്പെടേണ്ടത്. അത്തരം ആശങ്കയൊന്നുമില്ല. ഇത് പരിശോധിക്കുക എന്നതാണ് ഏറ്റവും വലിയ മുന്നിലുള്ള ഒരു ടാസ്ക്. അത് എത്രയും പെട്ടെന്ന് പരിശോധിച്ച് മറ്റു ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ല എന്ന് സ്ഥിരീകരിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട. തീർച്ചയായിട്ടും അത് ലാൻഡ് ചെയ്യട്ടെ. നമുക്ക് നമ്മുടെ റിപ്പോർട്ടിനെയും നമ്മുടെ യൂണിറ്റിനെയും അങ്ങോട്ട് വിടാവുന്നതാണ്. ആ ദൃശ്യങ്ങൾ കൂടി നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. അത് ഒരു വ്യാജ ബോംബ് ഭീഷണി ആവാനുള്ള സാധ്യത അതാണ് കൂടുതൽ. തീർച്ചയായിട്ടും അതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കി കഴിഞ്ഞു. ആശങ്ക വേണ്ടതില്ല. എന്തായാലും ഒരു എമർജൻസി ലാൻഡിംഗ് അല്പസമയത്തിനുള്ളിൽ ബോംബെയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്ന എയർ ഇന്ത്യ എക്സ്പ്രസിനാണ് ഇപ്പോൾ ഒരു ബോംബ് ഭീഷണി ഉണ്ടായിരിക്കുന്നത്. ആ ബോംബ് ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ എമർജൻസി ലാൻഡിങ്ങിന് വേണ്ടുന്ന ക്രമീകരണങ്ങൾ തിരുവനന്തപുരം എയർപോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫയർ ആൻഡ് സേഫ്റ്റി വിഭാഗത്തെ വിന്യസിച്ചിട്ടുണ്ട്. എമർജൻസി ലാൻഡിൽ ക്വിക്ക് ഇവാക്വേഷന് വേണ്ടുന്ന നടപടികളും സ്വീകരിച്ചു. ബോംബ് സ്ക്വാഡ് അടക്കമുള്ളവയും സജ്ജമാക്കി നിർത്തിയിട്ടുണ്ട്. 10 മിനിറ്റിനുള്ളിൽ എയർ ഇന്ത്യയുടെ വിമാനം തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിലെത്തും. എല്ലാവിധ ക്രമീകരണങ്ങളും ഉറപ്പുവരുത്തി കഴിഞ്ഞു. നമുക്ക് ആ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളിലേക്ക് വരുന്ന നിമിഷങ്ങളിൽ പോകാം. വാർത്തയുടെ അപ്ഡേറ്റ് റോഷിപാൽ കിട്ടുന്ന മുറയ്ക്ക് പ്രേക്ഷകരെ നമുക്ക് അറിയിക്കുകയും ചെയ്യാം.